ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്പെഷ്യൽ കോവയ്ക്ക ഫ്രൈ. സെക്കൻഡ് ട്രിപ്പ്. ഓ ഈ ചൂടത്ത് പൊള്ളിയാ തീർന്നു കഴിഞ്ഞല്ലേ. അവിടെ ചെന്നപ്പോഴത്തേക്കും സ്റ്റക്കായി പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഹൈവേയിൽ വന്നു കഴിഞ്ഞാണ് ലോഡിങ് നടത്തി. ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു വിശേഷപ്പെട്ട കറിയായത്. സ്ഥിരം വെള്ളം ഒഴിച്ചു തുടങ്ങിയപ്പോ നിറച്ച് അടിയിൽ പോവാ. നിന്റെ നിറയെ പോവാ. ആണോ? പിന്നെ അപ്പം നിറയെ സൂഡോ തട്ടിയിട്ടുണ്ട്. ചൈനീസ് ഓറഞ്ച്. ഓടി വന്നിട്ട് അമ്മയ്ക്ക് നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ എടുക്കാം. അതിൽ കായായിരുന്നു. അതെ കായത്. ഇത് കായായിരുന്നു. ചൈനീസ് ഓറഞ്ചിൽ കായായി. പിന്നെ നിന്റെ അതില് പൂ നിറച്ച് പൂവുണ്ട് കേട്ടോ. താഴെയുള്ളതില് അങ്ങോട്ട് പോകണ്ടെങ്കിൽ ചൊറിയെങ്കിൽ ഇതിൽ പൂവുണ്ട്. അതിലപ്പോ സൂഡ കളിച്ചായിരുന്നു. ഇന്ന് അമ്മ നീളത്തിലാണല്ലോ കോവയ്ക്ക് അരിയണം. വട്ടത്തിലരിയാറ്. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചതില്ലേ, ഒരേ കോവയ്ക്ക് അതേപടി നീളത്തിൽ അരിയാൻ. അപ്പൊ ഈ കടയിൽ നമ്മൾ മേടിക്കുന്നതല്ല, പിന്നെ ഒരേപോലെ വലിപ്പത്തിലെല്ലാം ഇരിക്കൂലല്ലോ. അപ്പൊ ഞാൻ എന്നെ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തു. പലതും ഒരെണ്ണം ചിലതൊക്കെ ഓരോന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഓരോന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തേച്ച് നടുക്കോടെ 2 ആവർത്തി ഇനി ഒന്നോടെ കട്ട് ചെയ്തെടുക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്പെഷ്യൽ കോവയ്ക്ക ഫ്രൈ. അതായത് നന്മ തോമസ് ചേട്ടൻ്റെ എപ്പോഴും കേറ്ററിംഗ് യൂണിറ്റിൽ നമുക്കൊരു ഇങ്ങനെ നോൺ വെജിൻ്റെ കൂടെ ഒരു വെജ് ഐറ്റം തരുമ്പോൾ കോവയ്ക്ക ഫ്രൈ ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. മെരുമെരൂന്നിരിക്കും. അത് ഞാൻ വറക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എന്നായാലും കാണിക്കാം. അപ്പൊ അപ്പൊ ആ പരിപാടിക്കുള്ള തത്രപ്പാട വൈകിട്ടത്തേക്ക് കേട്ടോ. കറി ഇല്ലാഞ്ഞിട്ടല്ല, കറി ഓൾറെഡി ഇരിപ്പുണ്ട്. ഉച്ചത്തെ പടവലങ്ങത്തോരനും ഉണ്ട്, ഇച്ചിരി ക്യാബേജ് തോരനും ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഇതെനിക്ക് അപ്പ കൊണ്ടുവന്നപ്പോൾ ഒന്ന് ചെയ്യണമെന്ന്, ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യണമെന്നൊരാഗ്രഹം. ചില കോവയ്ക്ക് അതേ വണ്ണം കുറവായതുകൊണ്ട് 2 ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. വണ്ണം കൂടുതലുള്ളതൊക്കെ 3 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പഴംപൊരിക്ക് ചിലപ്പോൾ നമ്മൾ 2, 3 ഒക്കെ ആക്കൂലേ, അതേ രീതിയിൽ. അത് ഇന്നതെന്ന് അങ്ങനെ പറയണ്ട. അതിന്റെ തിക്നെസ് അനുസരിച്ച് അത് 3, 2 ഒക്കെ ആക്കി എടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കാണിക്കാം എങ്ങനെയാന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു കോവയ്ക്ക് കഴിഞ്ഞ് കാണിച്ചില്ലേ. കോവയ്ക്കയുടെ ബാറ്റർ എന്ന് പറയാൻ പറ്റൂല, വെള്ളമൊന്നും ചേർക്കണില്ല ഇതിലേക്ക്. ഇത് എന്നാക്കിയാന്ന് പറയാം. ഉപ്പ് ഓൾറെഡി അടിയിൽ ഇട്ടിട്ടുണ്ട്. എരിവ് മുളക് പൊടി, കുരുമുളക് പൊടി, അടിയിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി അതൊക്കെ അവനവന്റെ ആവശ്യത്തിന്. പിന്നെ 1 സ്പൂൺ അരിപ്പൊടി. അത് എന്നാന്നറിയാമോ, മാവിലെ അല്ല കോവയ്ക്കയിലേക്ക് ഒന്ന് പിടിക്കാനാ. എന്നിട്ട് എന്നാന്നോ, വെള്ളം ചേർക്കണ്ട. ഇതിലേക്ക് കോവയ്ക്ക് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് വെള്ളം ചേർക്കേണ്ടി വന്ന ഒരു സ്വല്പം തളിച്ചു കൊടുക്കാം. നോക്കിക്കോ, ചിലപ്പോഴേ ചേർക്കേണ്ടി വരുവുള്ളൂ, നോക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരുക. അത്രേ ഉള്ളൂ കോവയ്ക്ക ഫ്രൈ. നമ്മുടെ രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാട്ടോ. എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. നമുക്ക് കേറ്ററിംഗുകാരുടെ പോലെ നോക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് പരീക്ഷിക്കാം. പരീക്ഷണങ്ങളാണല്ലോ വിജയത്തിലേക്ക് നയിക്കുന്നത്. പുളിയൊക്കെ കഴിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. പറയല്ലേ, കോവയ്ക്ക ശരിക്കും വിളഞ്ഞ പഴുക്കാത്ത കോവയ്ക്ക് ഇതിന് വേണ്ടത്. പക്ഷെ നമ്മൾ മേടിക്കുന്ന കോവയ്ക്കയാണ് നമ്മുടെ കോവലൊക്കെ കാലഹരണപ്പെട്ടു. ആ ഡ്രമ്മിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും കോവല. പക്ഷെ അതിലൊന്നും കായില്ല. അപ്പൊ അതുകൊണ്ട് പഴുത്തതും ഉണ്ട് പച്ചയുണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ അത് കാരണം പഴുത്തത് അത്ര ഫ്രൈ ആക്കുമ്പോ അത്ര നന്നാവണമെന്നില്ല. ഞാൻ ഏതായാലും മേടിച്ചതല്ലേ, കളയുണ്ടല്ലോ എന്നോർത്ത് മൊത്തമായിരിക്കും. പൊട്ടിങ്ങിന് വേണ്ട, വെള്ളം വേണ്ട. ഞാൻ ഇതില് നനവുണ്ടല്ലോ പച്ചക്കറിയിലപ്പെ, അതിലേക്ക് അങ്ങ് പിടിച്ചു. ഇനി നമുക്കില്ലേ ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കാം. ഇതിന് അപ്പൊ ആവശ്യത്തിനുണ്ട്. ഇനി ചീനിച്ചട്ടി, ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തേക്കണം. ഇരുമ്പ് ചീനിച്ചട്ടിയില് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോ ഓരോന്നേ പിറക്കിയിട്ട് വറുത്തെടുക്കണം, മീൻ വറക്കും പോലെ. അപ്പൊ കുറച്ചധികം എണ്ണയും ഒഴിക്കുക. എന്നാൽ 2 ട്രിപ്പ് കൊണ്ട് വറുത്ത് തീരും. അപ്പൊ മീനില്ല, മീൻ ഫ്രൈ എന്നും പറയാൻ വേണമെങ്കിൽ അത്ര കണ്ട് ശരിയാവില്ല. മീൻ ഫ്രൈ ആവില്ല. പേരിടണമെങ്കിൽ പലതും ഇടാം. മീനില്ലാത്ത മീൻ വറുക്കും അങ്ങനെ പറയേണ്ട കാര്യമില്ല. നൊയമ്പുകാലത്ത് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാം. അത് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നൊയമ്പില്ല. ഏപ്രിൽ 20 ഏപ്രിൽ 20 സാറ്റർഡേ ആണ്. വീഡിയോ വന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഞാൻ ഡേറ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചിലർ പറയാറില്ല ഡേറ്റ് പറയണമെന്നോ. പലപ്പോഴും പല വീഡിയോയും നേരത്തെ എടുത്തേച്ച് ഷെഡ്യൂൾ ചെയ്ത് അതനുസരിച്ചാണ് ഓരോ വീഡിയോ റിലീസ് ആക്കണം കേട്ടോ. ഞാനൊന്ന് ഓൺ ചെയ്യട്ടെ. എണ്ണ മൂത്തോ നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം കേട്ടോ. നല്ല കളറാ. മൂത്ത് തുടങ്ങിയില്ലേ? മൂത്ത് തുടങ്ങി. ഇച്ചിരി കൂടെ ആവാനുണ്ട്.
കുഴപ്പമില്ല, ഇനി ഇടാം. ഓരോന്ന് ഇടണം അല്ലേ? അതാ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ ഇത് അങ്ങനെ ഒട്ടിപ്പിടിച്ചു പോയാ പിന്നെ. നല്ല നിറം വീഡിയോയിൽ കാണുമ്പോഴേ കുറച്ചൊക്കെ വിട്ടു പോരും. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടണ്ട. ഇനി ഒരുപാട് നേരം പറ്റി നമ്മൾ തിരുമ്മി വെച്ചില്ല. അതൊക്കെ വിട്ട് പോരും. നല്ല കളറാട്ടോ. ഞങ്ങളെ വേഗം കോരി. എന്നാന്നറിയാമോ, കളർ ചേഞ്ച് വന്നപ്പോഴത്തേക്കും പിന്നെ വെച്ചോണ്ടിരുന്നാലേ ചിലപ്പോ കരിഞ്ഞു പോയെങ്കിലും നമുക്ക് കോരിയതാട്ടോ. കറക്റ്റ് ആവുന്ന തോന്നണം. ഇനി ഇരിക്കുന്ന ഒന്നുകൂടി മൂക്കും. ദേ ഇതില് കുറച്ച് പൊടിയായിട്ട് വീണിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എണ്ണയിലേക്ക്. അത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എന്തായാലും മസാല അതിൽ വീഴും. സംഗതി കണ്ടാലറിയാം നല്ല ഉഷാറാണ് എന്ന് തോന്നണം. അതെ അതെ. ഈ എണ്ണ വാലണം, അതാണ് പ്രധാനം. ദേ അതിന്റെ ടിഷ്യൂവിന്റെ പുറത്തേക്ക് വെച്ചാൽ മതി. കാറ്റ് പറക്കണോണ്ടായി കവർ ഇങ്ങനെ വെച്ചു. ഇനി പറക്കൂല ഇവിടെ വെച്ചത് കൊണ്ട്. ഫാനില്ലാതെ നിർത്തിയില്ലെന്ന് ഞാൻ പറഞ്ഞു നിൽക്കാൻ. അപ്പൊ അതുകൊണ്ടാ ഇനി അടുത്ത ട്രിപ്പ് വെക്കാം. മുടിമിറ്റ കെട്ടിയായിരിക്കും. അല്ലാതെ രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. മുടി അയച്ചിട്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല മോനെ. മുടിയൊക്കെ ഇതിലേക്ക് പറക്കും. ഇടട്ടെ, സെക്കൻഡ് ട്രിപ്പ്. ഓ മുഖമൊക്കെ മാറ്റി പിടിച്ചോട്ടോ. ഞാൻ നോക്കിക്കോളാം. എണ്ണയിലേക്ക് ഇടുമ്പോ എപ്പോഴും സൂക്ഷിച്ചു. മുഖത്തൊക്കെ എങ്ങാനും വീണ് കഴിഞ്ഞാ ഉള്ള ഗ്ലാമർ മൊത്തം പോവും. എപ്പോഴും ചെയ്യണ ഡ്യൂട്ടികളല്ലേ ഇതൊക്കെ. അടുക്കളയിൽ ഇതൊക്കെ പറഞ്ഞേക്കണ. ചിലപ്പോ ഗ്ലാമറൊക്കെ ഇതിലെ പോയിന്ന് വിളിക്കും. പണിക്കാർക്ക് പറഞ്ഞേക്കണ ഇതൊക്കെ. ശ്രദ്ധിച്ചാ മതി. ഏത് ജോലിയാണേലും നമ്മൾ ശ്രദ്ധിക്കണം, പരമാവധി ശ്രദ്ധിക്കുക. അതിപ്പോ ഗ്ലാമർ മാത്രമല്ല, ഒരു കൂടാത്തിൽ കഴിഞ്ഞാൽ കൈ മുറിഞ്ഞാൽ തീർന്നില്ലേ പരിപാടി നമ്മുടെ. എന്ന് പറഞ്ഞ പോലെ പൊള്ളലൊക്കെ വളരെ ശ്രദ്ധിക്കണം. പൊള്ളി ഈ ചൂടത്ത് പൊള്ളിയാ തീർന്നു കഴിഞ്ഞല്ലേ. ഒയ്യോ, അല്ലാഞ്ഞിട്ട് തന്നെ ഇരിക്കപ്പെടുന്നില്ല ചൂട് കാരണം. ഇന്നോടെ ഇടേണ്ടി വരും. കുഴഞ്ഞു പോകല്ലേ. അതോടെ കിടക്കട്ടെ, തീരൂല. അടുത്ത ട്രിപ്പ് 1/4 കിലോ കോവയ്ക്കാന്ന് അപ്പ പറഞ്ഞു. ഞാൻ 1/4 മതിയെന്ന് പറഞ്ഞായിരുന്നു. നല്ല കളറാ. അങ്ങനെ കോരണ്ട ടൈം ആയി. കോരാൻ മതി. ഇതിന് ഇച്ചിരി ഇതാവും മുരിയും. ഇനി കരിഞ്ഞു പോരുക. സെക്കൻഡ് ട്രിപ്പും കോരിയെടുത്തു. ഇനി ഇരുന്നൊന്ന് മുറുകും. ഇച്ചിരി ഒരു വളയുള്ളൂ. ഇത് ശരിക്കും മറ്റ് ഉലർത്തുകറിയോ തോരനോ എന്തെങ്കിലും വേണം. ഇതൊരു തൊടുകറിയായിട്ട് ഉപയോഗിക്കാനാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുമോ ഇല്ല, കഴിക്കാനുള്ള ഒരു കറിയല്ല. നീ പറഞ്ഞ പോലെ ഒരു എണ്ണം കൂട്ടാം, അത്രേ ഉള്ളൂ. വേറെ ഉലർത്തുകറിയോ ഇതോ എന്തെങ്കിലും വേറെ മെഴുക്കുവരട്ടി എന്തെങ്കിലും വേറെ കൂടെ വേണം. ചാറ് കറിയും വേണം. ആ കൂടെ ഒരു തൊടുകറി. നമ്മൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകുമ്പോ പറയില്ലേ, ഓ അവിടെ ഇത്ര കൂട്ടം കറി ഉണ്ടായിരുന്നു. അങ്ങനെ പറയാനായിട്ട് ബെസ്റ്റ് കറി കേട്ടോ. സദ്യക്കും അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാ. അതെ, ഞാനിത് സദ്യയിൽ ആദ്യം കണ്ടേക്കണത്. നല്ല കളറോട് കൂടി ഇരിക്കണത്. കറിവേപ്പില ഇടാനായോ? അല്ല, ഇടാതെ നമുക്ക് കാണിക്കാം. ഇതിപ്പോ മറച്ചിട്ട് കഴിഞ്ഞിട്ട് കൊരാറാകുമ്പോ കറിവേപ്പിലേക്ക് മൂപ്പില്ലല്ലോ, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കറിവേപ്പിലയും പച്ചമുളകും ഉണ്ട്, 2-3 പച്ചമുളക്. അരി എരിവുമുളക് പൊടിയാണെങ്കിലും പച്ചമുളകും കൂടി ഉണ്ടെങ്കിൽ അതിനൊരു രുചി കാണാൻ. പച്ചമുളക് പിളർന്നത് ഇവന്റെ ഒരു കുറവുണ്ടായിരുന്നു കണ്ടോ. വേപ്പില ഇതിന്റെ പാകമായി കഴിഞ്ഞാൽ ഇത് പോരാട്ടോ. ഇപ്പോഴാണ് ഒരു മണമൊക്കെ അങ്ങ് വന്നു. വേപ്പിലയും പച്ചമുളകും അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ ഇതിന്റെ, അല്ലേ? സവോളയൊക്കെ ഇല്ലേ, ഇതിന്റെ കൂടെ വഴറ്റി ചേർത്താലും നല്ലതാട്ടോ. സവോള ചുവന്നുള്ളി ഇതിന്റെ കൂടെ എന്തായാലും ചേർത്താലാ വിലക്ക് മുതലാവൂല. സവോളയൊക്കെ വഴറ്റി ചേർത്താൽ നല്ലതാണ്. ഒന്നുകൊണ്ട് നന്നാക്കി ഇപ്പോഴത്തെ വിലക്കൊന്നും മുതലാവൂല. ഇതിന്റെ കൂടെ ചേർക്കാൻ രുചി ഉണ്ടാവും. സവോളയിലും രുചി കൂടുതൽ എപ്പോഴും കുഞ്ഞ ഉള്ളിക്ക് തന്നെയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതിന്റെ കൂടെ ഒക്കെ വറുത്തത് ചേർക്കാന്ന് പറഞ്ഞാൽ ശരിയാവൂല. പിന്നെ തേങ്ങാക്കൊത്തി ചേർക്കാൻ നല്ലതാണ്. നല്ല കളർ അല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, എല്ലാം പാകത്തിനുണ്ട്. നന്നായിട്ട് ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ കോവയ്ക്ക് അരിയുമ്പോൾ നൈസായിട്ട് അരിയുക. ഞാൻ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വടി പോലെ ഇരുന്ന ഇവിടെ ചോദിക്കുക തന്നെ എങ്ങനെ ഇരിക്കണം, ഇച്ചിരി ഒരു വഴുകൽ പോലെ ഇരിക്കണം എന്ന് പറയും. ഇവിടുത്തെ ഭാഷ പറഞ്ഞതാട്ടോ അങ്ങനെ. അതായത് ചെറിയ സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിക്കായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും.
കപ്പയും ചക്കയൊക്കെ വറക്കും പോലെ കടുകടുന്നിരിക്കണമെങ്കിൽ ഏറ്റവും നൈസായിട്ട് അരിയുക. എന്നിട്ട് ഉപ്പ് പുരട്ടി വെച്ച് ഇച്ചിരി ഒന്ന് ഞെക്കി മാറ്റിയാലും കുഴപ്പമില്ല നീര്. അപ്പൊ നല്ല വടി പോലെ ക്രിസ്പി ആയിട്ട് വരും. അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോ അതിന്റെ സത്ത് പോകും. അത് സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ നല്ല ഇതായിട്ടിരിക്കും, പൊടി പോലെ ഇരിക്കും. അടുത്ത ട്രിപ്പ് നല്ല ലാസ്റ്റ് ട്രിപ്പും അങ്ങനെ കോരി ഇച്ചിരി ഉള്ളു. ഇനി എല്ലാം അങ്ങ് മിക്സ് ചെയ്യും. എണ്ണ വാർന്നിട്ട് ദേ നമ്മുടെ ഫൈനലി മീനില്ല മീൻ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ കോവയ്ക്ക ഫ്രൈ. ഒരു കാര്യമുണ്ട്, നമ്മള് ഗരമൊന്നും ഇട്ടിട്ടില്ല അതിന്. അതൊന്നും ഇട്ടിട്ടില്ല. ഗര ഇട്ട ഇച്ചിരി നന്നായി. അതെ 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 ഒന്നാമത് ഈ ചൂട് കാരണേ പല സംഗതി മറന്നു പോവാ. എന്നാ ചെയ്യണേ? പിന്നെ ആകെ മാർച്ച് 30 മുതലാ 1, 2, 3 മാർച്ച് 31 സൺഡേ ഈസ്റ്റർ ആയിരുന്നു. അപ്പൊ 30 മുതൽ ഞങ്ങള് എല്ലാ വീക്കെൻഡും പ്രോഗ്രാം ആയിരുന്നു. എങ്കിലും നിങ്ങളുടെ അടുത്ത് എല്ലാ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് വരാറുമുണ്ട്. അപ്പൊ എല്ലാ സൺഡേ 31 ഞങ്ങളുടെ മരണം, കൊച്ചോങ്ങടെ മരണം. 7-ാം തീയതി മാമോദിസ മംഗളത്തെ. അതാണ് 14-ാം തീയതി 2 കല്യാണം ഉണ്ടായിരുന്നു. ഒന്ന് ഇവിടത്തെ അപ്പച്ചന്റെ ചേട്ടന്റെ വീട്ടിലും ഒന്ന് എന്റെ വീട്ടിലും. അപ്പൊ അങ്ങനെയാ. അതാ പിന്നെ ഇന്നിപ്പോ 20-ാം തീയതി ശനിയാണ്. 21-ാം തീയതി ഞായർ പ്രോഗ്രാം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയല്ല, കല്യാണം ആഘോഷം ഉണ്ടെങ്കിൽ നേരത്തെ അറിയിപ്പ് കിട്ടും. അല്ലാതെ രോഗങ്ങളും ഇങ്ങനെയൊക്കെ വരാറില്ല. അപ്പൊ അങ്ങനെ ഇതുവരെ ആർക്കും ഒന്നും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് കാരണം ഇന്ന് കുറച്ച് വീഡിയോസ് പറഞ്ഞ രീതിയിൽ ചൂടാണെങ്കിലും ഞങ്ങൾ എടുത്തു. ഇങ്ങനെ എല്ലാ സൺഡേസിലും 3 സൺഡേയില് യാത്രകളായിരുന്നെങ്കിലും എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങള് സാറ്റർഡേ ഒക്കെ കണ്ടമാനം നൈറ്റിലിരുന്ന് വീഡിയോ എടുത്തു വെക്കും. പിറ്റേ ദിവസത്തേക്കുള്ള പരിപാടി എഡിറ്റിങ് അതിന് ശേഷമാണ് ഇവള് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ വന്നോണ്ടിരുന്നത്. സൺഡേ ഒക്കെ വന്നോണ്ടിരുന്നത്. പിന്നെ കല്യാണത്തിന് പോയപ്പോ നമുക്ക് ടൈമില് അവിടെ റേഞ്ച് ഇല്ലാതിരുന്നോണ്ട് 1.5 എന്നുള്ളത് 90% കറക്റ്റ് ആയതായിരുന്നു. അപ്ലോഡിങ് ഉൾഭാഗം ആയതുകൊണ്ട് കൊരട്ടിന്നങ്ങ് പോണം. അവിടെ ചെന്നപ്പോഴത്തേക്കും സ്റ്റക്കായി പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഹൈവേയിൽ വന്നു കഴിഞ്ഞാണ് ലോഡിങ് നടത്തി അത് നിങ്ങളുടെ മുമ്പിൽ വരുത്താൻ സാധിച്ചത്. റീസ്റ്റാർട്ട് ചെയ്ത് പോയില്ല അല്ലേ? അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇപ്പൊ ഈ ആഴ്ച അതുകൊണ്ട് ശനി കുറെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പൊ നാളെ ഞായർ നാളെ എടുക്കണോന്നുള്ള വിചാരിച്ചിരിക്കുവാണ്, ദൈവം അനുവദിച്ച. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് ഈ കറി ഒന്ന് കാണിക്കാം, വിളമ്പണത്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത്. കൈ കഴുകി മീനും ചമ്മന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെ എന്ത് കളറാന്ന് നോക്കിക്കേ. അല്ലേ? കൈ ഒന്ന് മാറ്റിക്ക്. അതേ പടം എടുത്ത് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇട്ടാൽ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ കൈ ക്ലീൻ ചെയ്ത കൈ കൊണ്ട് അരികിലേക്ക് എടുത്ത് വെക്കുക. സൂപ്പറാ. ഇതൊക്കെ മുളക് കൂടുതൽ. മുളക് ചിലപ്പോ തിരിച്ചറിയില്ല. കണ്ട അറിയറിയല്ലേ നീളത്തിലെ മുളക്. കറിയുടെ പടം എടുത്തോ, ചോറിന്റെ അരി ഇരിക്കണേ. പിന്നെ നമ്മള് റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു ചമ്മന്തിയാണ് കൊണ്ടാട്ടം മുളക് ചമ്മന്തി. അത് ഉഗ്രനാണ് കേട്ടോ. അത്യുഗ്രൻ. ഇനി ചോറിന് വേറെ ഒന്നും വേണ്ട. ഓലക്കുടിയൻ മീന് മുന്നോട്ട് ഇനി പിക്കിള് വേണ്ട. കാരണം എന്താ വെച്ചാൽ കൊണ്ടാട്ടിട്ടുകൊണ്ട് പിന്നെ പിക്കിളിന്റെ വേണ്ട. ഇറ്റ്സ് വെരി ഡെലീഷ്യസ്. അപ്പൊ കഴിക്കാം. ഇതുള്ളത് കൊണ്ട് ചമ്മന്തി ഉള്ളത് കൊണ്ട് പിക്കിളിട്ടില്ല. ചമ്മന്തി ഉള്ളത് കൊണ്ട് കൊണ്ടാട്ടം. ഒരു വിശേഷപ്പെട്ട കറിയായത്. നല്ല കളറൊക്കെ ഇല്ലേ? കറി എന്ന് പറയാൻ പറ്റില്ല, ഫ്രൈ എന്ന് പറയാം. കൊണ്ടാട്ടം മുളക് ചമ്മന്തി അതിപ്പോ ഒരു സ്ഥിരം കറിയായി ഇവിടുന്ന് മാറി. ഓലക്കുടിയൻ മീൻ കറി വിശേഷാലായി. ഓലക്കുടിയൻ ഈ പ്രാവശ്യത്തെ തമ്മിൽ ഭേദം. നല്ലതാ. അത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഓലക്കുടിയൻ 2 ടൈപ്പ് ഉണ്ടെന്ന്. പൊതുവെ ഓലക്കുടിയൻ മഹാബോറാണ്. പക്ഷെ ഇത് എനിക്ക് കുറച്ചുകൂടെ വെളുത്ത കളറായിരുന്നു ഇതിന്. ആണോ? എന്നാ ചിലപ്പോ അതായിരിക്കും. കണ്ടാ ഓലക്കുടിയനാന്ന് തോന്നൂല. ഞാൻ വിചാരിച്ചു ഇതായിരിക്കുന്ന ഈ ഒറ്റ.
ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയോ ഈ സാധനം? നല്ല കറിയാ. കല്യാണ സദ്യകൾക്കൊക്കെ സാധാരണ കാണാറുണ്ട്. അതെ, നല്ല കളറാ ഇതിന്. അതാ മുളക് പൊടിയുടെ കളറാ. അല്ല, അപ്പിയറൻസും നല്ലതാ, ടേസ്റ്റും നല്ലതാ. അതെ 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 അതെ. അപ്പയ്ക്ക് കോവയ്ക്ക വളരെ ഇഷ്ടപ്പെട്ടു. നമ്മള് കല്യാണത്തിന് ചിലപ്പോ ട്രൈ ചെയ്ത് നോക്കില്ല ഞങ്ങളുടേതായ രീതിയിൽ. ഞാൻ അതല്ലാട്ടോ എടുത്ത, ഞാൻ ഇച്ചിരി പിക്കിള, വെളുത്തുള്ളി പിക്കിള, നല്ല മണം, ചമ്മന്തി, അതിന്റെ മണം, ചമ്മന്തി, ഉച്ചത്തെ പടവലങ്ങാ തോരൻ, ഇത് മതി എനിക്ക്. അപ്പൊ കഴിക്കട്ടെ കേട്ടോ. നീ കുളിച്ചേച്ചു വാ. അപ്പം ഞാൻ കഴിച്ചത് കണ്ടോ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിന്നറാണ് ഞാൻ കഴിച്ചത്. ഓട്സ് സൂപ്പാണ് കഴിച്ചത് കേട്ടോ. സാധാരണ ഓട്സ് പാൽ വെച്ചിട്ടുള്ള കുറുക്ക്, കഞ്ഞി ഒക്കെ അല്ലേ കഴിക്കാറ്. അപ്പോൾ ദിസ് ടൈം ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്സ് സൂപ്പ് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ചതാണ്. പക്ഷെ അത് നന്നായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഓട്സ് സൂപ്പ് വിത്ത് കോവയ്ക്ക ഫ്രൈ ആണ് കഴിച്ചത്. അപ്പോൾ കോവയ്ക്ക ഫ്രൈ കൂടെ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലേ അത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് കൂടെ കഴിച്ചാലേ ഞാനതിപ്പോൾ കഴിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പ് ഞാനും അപ്പയും കഴിച്ചു. ആദ്യമായിട്ട് പരീക്ഷയാണെങ്കിലും നല്ലതായിരുന്നു എന്ന് അപ്പ പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ ഓട്സ് ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ലഞ്ച് ടൈമിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ ഓട്സിൽ നല്ല ഫൈബർ കണ്ടൻറ് ഉണ്ടല്ലോ. അപ്പോൾ ചിലർക്ക് അത് ഗ്യാസ് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. എനിക്ക് കൂടുതലൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഫ്രൈ ആസ് യൂഷ്വൽ നല്ലതായിരുന്നു. കോവയ്ക്ക കൊണ്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് കോവയ്ക്ക അത്ര വലിയ ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയല്ല, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ലതായിട്ട് തോന്നി. പക്ഷെ പാവയ്ക്ക ഫ്രൈ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം പാവയ്ക്ക ഫ്രൈ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു, വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. കറികളുടെ നമ്പർ കൂട്ടാനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാം കൊണ്ടും നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതാണ് സംഭവം.